അങ്ങനെ വലിയൊരു പഞ്ചാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പാറ്റ നക്കിയ മഞ്ചാണ് കിട്ടിയത്. ഇന്നത്തെ എപ്പിസോഡിൽ അത് തന്നെ കാണിക്കുന്നത് കൃഷും സാഗറും ദേവ്ജിയെ കാണുന്നതിന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ദേവ്ജിയോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷും സാഗറും പറയുകയാണ്. മാനസയുടെ വീട്ടിൽ പോയിട്ട് മാനസയെ കണ്ട കാര്യങ്ങളാണ് കൃഷും സാഗറും ദേവ്ജിയോട് പറയുന്നത്. തുടർന്ന് സാഗർ കട്ടക്കലിപ്പിലാണ്. ഇതൊരു ചതിയാണ്, ഇതൊരു ട്രാപ്പാണെന്ന് പറയുകയാണ്. കൺമണിയെ മാത്രമല്ല നമ്മളെ കൊടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അവർ പോലീസിനെ സ്വാധീനിച്ചാണ് ഇമാതിരി തൊട്ടിത്തരം കാണിച്ചിരിക്കുന്നത്. തുറന്ന് കൃഷി ഞാൻ കൺമണിയെ കാണുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. തുറന്ന് സാഗർ പിന്നെ ദേവ്ജിയോട് ഏത് വിധേനയും കൺമണിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. കൺമണിയുടെ വീട്ടുകാർ ഇപ്പൊ സങ്കടപ്പെടുന്നുണ്ടാകും കൺമണിയെ കുറിച്ച് ഓർത്ത്. കൺമണിയെ എങ്ങനെയെങ്കിലും നാളെ തന്നെ ജയിലിൽ നിന്ന് ഇറക്കണം. തുറന്ന് കാണിക്കുന്ന കൃഷി കൺമണിയെ കാണുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. തുറന്ന് കൃഷി SI ആയിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് കൺമണി ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI കൃഷിയെ ഒന്ന് കളിയാക്കുകയാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി ഞാൻ കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കൃഷാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI പിന്നെ കൃഷ്ണ കളിയാക്കുകയാണ്. വരുന്നവർക്കും പോകുന്നവർക്കും വന്നു കയറുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം, ഇവിടെ കൺമണിയുടെ പൊതുദർശനം ഒന്നും ഇവിടെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. തുറന്ന് കൃഷി എനിക്ക് കൺമണിയെ നേരിട്ട് കണ്ട് സംസാരിക്കണം, കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI അതിന് സമ്മതിക്കുന്നില്ല. തുറന്ന് കൃഷി എനിക്ക് വകുപ്പും റൂൾസ് എല്ലാം അറിയാം, പ്രതികളുടെ കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും വന്നാൽ അവരെ കാണിക്കണമെന്നാണ് ചട്ടം എന്ന് പറഞ്ഞ് കുറച്ച് നിയമങ്ങൾ ആ പോലീസുകാരനോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SIക്ക് നല്ല ദേഷ്യം വന്ന് SI പിന്നെ കൃഷ്ണനോട് ദേഷ്യപ്പെട്ട് കൃഷ്ണനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കൺമണിയെ കാണാതെ കൃഷി അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് തന്നെ വരാതിൽ തന്നെ കൺമണി ഉണ്ടായിരുന്നു. പുറത്ത് നിൽക്കുന്ന കൺമണിയെ കാണാനാണ് കൃഷി അകത്ത് പോയിട്ട് SIയുടെ കാല് പിടിക്കാൻ ശ്രമിക്കുന്നത്. തുറന്ന് കൺമണിയെ കണ്ട് കൃഷ്ണ സന്തോഷമാവുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണ ധൈര്യം കൊടുക്കുകയാണ്. സാർ ഒന്നോർത്ത് വിഷമിക്കേണ്ട, പേടിക്കേണ്ട, എനിക്കിതൊന്നൊരു വിഷയമേ അല്ല എന്ന് പറയുകയാണ്. സാർ എന്നെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഇതൊരു ട്രാപ്പാണെന്ന് പറയുകയാണ്, ഇതൊരു ചതിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അതെ സാർ ഇതൊരു ട്രാപ്പ് തന്നെയാണ്, ചതി തന്നെയാണ്, പക്ഷെ നമ്മളിപ്പോൾ ആ ചതി പൊളിക്കുകയല്ല, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങണം, ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് SI വരികയാണ്. കൺമണി കൃഷി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് കട്ടക്കലിപ്പിൽ SI വരികയാണ്. തുടർന്ന് SI പിന്നെ ഇവരോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് സന്തോഷം കളിച്ചു ചിരിക്കാനുള്ള സ്ഥലമല്ല ഇത് വല്ല ഹോട്ടൽ മുറി ഒന്നല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ SIക്ക് കുറച്ച് ലോ പോയിന്റ്സ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വീട്ടുകാർ വന്ന് കണ്ട് സംസാരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്, കേസിന്റെ കാര്യം സംസാരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്, വക്കീലിനെ കണ്ട് സംസാരിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന SI പിന്നെ കൺമണിയോട് നീ എന്നെ നിയമം ഒന്ന് പഠിപ്പിക്കേണ്ട എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. ഇവിടെ ഞാൻ വിചാരിക്കുന്നതേ നടക്കൂ. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ SIയോട് സാറിന് ഇതാ എത്ര നേരം നടത്താൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. മാക്സിമം പോയാൽ ഇന്നൊരു രാത്രി, നാളെ എന്നെ കോടതിയിൽ ഹാജരാക്കണം. നാളെ എന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ കോടതിയിൽ വിളിച്ചു പറയും, അതോടുകൂടി സാറിന്റെ കാര്യം തീരുമാനമാകും. എന്നാൽ അത് കേട്ട് SI ഒന്ന് പേടിക്കുകയാണ്. തുടർന്ന് SI പിന്നെ അതിന് സമ്മതിക്കുകയാണ്. കൺമണിയും കൃഷും കണ്ട് സംസാരിക്കാൻ സമ്മതിക്കുകയാണ്. ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, ഇത് എൻ്റെ ഒരു നല്ല മനസ്സായി കണ്ടാൽ മതി, മാക്സിമം പോയ 2 മിനിറ്റ്, അതിനകത്ത് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് SI അവിടുന്ന് പോവുകയാണ്. തുടർന്ന് SI പോയ ശേഷം കൃഷി പിന്നെ കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ്. നീ ഒന്നോർത്ത് പേടിക്കേണ്ട. തുടർന്ന് കൺമണിയും കൃഷ്ണ ധൈര്യം കൊടുക്കുകയാണ്. സാർ ഒന്നോർത്ത് പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. തുറന്ന് കൃഷി കൺമണി പേടിക്കേണ്ട, ഞാൻ ഈ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് 2 മിനിറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് SI അങ്ങോട്ടേക്ക് വരികയാണ്. ഇതിന്റെ ഇടയിൽ കൃഷി കരയുന്നുണ്ട്, കൺമണി ആശ്വസിപ്പിക്കുന്നുണ്ട്. തുറന്ന് കൃഷി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് SIയുടെ ഒരു ഭീഷണിയാണ്. നീ നാളെ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് SIയുടെ ഒരു ഭീഷണിയാണ്. തുറന്ന് കാണിക്കുന്ന സാഗറും ദേവ്ജിയുമാണ്. സാഗറും ദേവ്ജി കൺമണിയുടെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. സാഗർ ഏതൊക്കെയോ പോലീസുകാരെയൊക്കെ വിളിക്കുകയാണ്, പക്ഷെ അവരെല്ലാം കൈമലർത്തുകയാണ്. ജയമോഹന്റെയും മാനസികയുടെയും സ്വാധീനത്തിന് മുമ്പിൽ അവരെ എല്ലാവരും കൈയൊഴിക്കുകയാണ്. അതിനുശേഷം സാഗർ മന്ത്രിയെ വിളിക്കാൻ പോവുകയാണ്. ഫോൺ എടുത്തിട്ട് മന്ത്രിയെ വിളിക്കാൻ പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കാറിന്റെ പുറത്ത് കയറി ഇരുന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് കൃഷ്ണനോട് സാർ ഇവിടെ വെറുതെ നിന്നിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിൽ പോയി ജാമ്യം എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ കൺമണിയെ അവരിറക്കില്ല എന്ന് പറയുകയാണ്. ഈ SI ആളൊരു വൃത്തികെട്ടവനാണ്, ആരുടെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നിങ്ങൾക്കിട്ട് പണി തരുന്നതാണെന്ന് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞതായിട്ട് മറ്റാരോടും പറയരുത്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഏതാണ്ട് കാര്യം മനസ്സിലാവുകയാണ്. തുറന്നു കാണിക്കുന്നത് കൃഷി നേരെ പോകുന്നത് മാനസയുടെ വീട്ടിലേക്കാണ്. ജയമോഹനെയും മാനസയും കണ്ട് അവരുടെ കാല് പിടിച്ച് കൺമണിയെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് കൃഷിന്റെ. തുറന്ന് ഹേമയാണ് വാതിൽ തുറക്കുന്നത്. തുറന്ന് കൃഷി എനിക്ക് മാനസിയുടെ അച്ഛനെയും കാണണമെന്ന് പറയുകയാണ്. തുറന്ന് രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുറന്ന് ജയമോഹൻ കൃഷിനെ ഒന്ന് കളിയാക്കുകയാണ്. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്, എന്റെ കഴുത്ത് വെട്ടിയെടുക്കാനാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അയ്യോ അങ്കിൾ, സോറി അങ്കിൾ, ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു, സോറി അങ്കിൾ, അതൊന്നും മനസ്സിൽ വെക്കരുത്. അങ്ങനെ ഒരു ഉളുപ്പില്ലാതെ മാനസിയുടെ അച്ഛനെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണ് കൃഷി.
എന്നാൽ അത് കണ്ടിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് മാനസയുടെ അച്ഛനും. തുടർന്ന് കൃഷി പിന്നെ അവരോട് നിങ്ങൾ കൺമണിക്കെതിരെയുള്ള കേസ് ഒന്ന് പിൻവലിക്കണമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് മാനസി ചിരിച്ചുകൊണ്ട് അതിന് ഞങ്ങൾ എന്തിനാ കേസ് പിൻവലിക്കണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് എനിക്ക് കൺമണിയോട് വല്ലാത്ത വൈരാഗ്യമുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ എന്തായാലും ആ കേസ് പിൻവലിക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി ഹേമയുടെ അടുത്തേക്ക് ചെന്ന് ആൻറ്റിക്ക് സത്യമെന്തെന്ന് അറിയുമോ എന്ന് എനിക്കറിയില്ല, ഇവർ രണ്ടുപേരുമാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്, ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൺമണിക്കെതിരെയുള്ള കേസ് ഒന്ന് പിൻവലിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് മാനസിയുടെ അച്ഛനും നീ ഇവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തായാലും ആ കേസ് ഞങ്ങൾ പിൻവലിക്കില്ല എന്ന് പറയുകയാണ്. നീ ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തി കരഞ്ഞു മെഴുകിയിട്ടൊന്നും കാര്യമില്ല, ആ കേസ് ഞങ്ങൾ പിൻവലിക്കില്ല, നിന്റെ കൺമണി എന്തായാലും അകത്ത് കിടക്കുമെന്ന് പറയുകയാണ്. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്തോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും അവരുടെ കാല് പിടിക്കാൻ നിൽക്കുകയാണ്, കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഉളുപ്പില്ലാതെ. തുടർന്ന് കൃഷി പിന്നെ ഹേമയോട് ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ കാല് പിടിക്കുന്നത് എൻ്റെ കൺമണിക്ക് വേണ്ടിയാണ്, എൻ്റെ കൺമണി ജയിലിൽ കിടക്കാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചത്. ഇനി നാളെ കോടതി കൺമണിയെ ശിക്ഷിച്ചാലും കൺമണിയെ ജയിലിലേക്ക് വിട്ടാലും ഞങ്ങളാരും കൺമണിയെ സംശയിക്കില്ല എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. എന്നാൽ കൃഷി ഇങ്ങനെ കഷ്ടപ്പെട്ട് പഞ്ച് ഡയലോഗ് പറയുമ്പോഴും മാനസ് നിന്ന് ചിരിക്കുകയാണ്. മായാവിയിലെ സലീം കുമാറിനെ പോലെ പൊട എന്ന രീതിയിൽ കൺമണിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളാരും കൺമണിയെ സംശയിക്കില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അവിടുന്ന് പോവുകയാണ്. തുടർന്ന് കൃഷി അവിടുന്ന് പോയ ശേഷം മാനസ പിന്നെ ജയമോഹനോട് അച്ഛ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ മുട്ടുന്നു അച്ഛ. എന്നാൽ കൃഷി പറഞ്ഞെല്ലാം കേട്ട് ജയമോഹനും എന്തൊരു പന്തികേട് തോന്നുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.